ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു സോയാബീൻ കറി കേട്ടോ. ഞാൻ ഒരു വട്ടം സോയാബീൻ കറി വെച്ചപ്പോൾ അതിന് മസാല പിടിക്കാത്ത പോലെയായി. ഒരു വെള്ളത്തിൻ്റെ ചുവ പോലെ ഫ്രണ്ടിലോട്ട് നിൽക്കുന്ന പോലെ തോന്നിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല രീതിക്ക് സോയാബീൻ കറി കിട്ടി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ പറ്റിയൊരു കറിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം, ചപ്പാത്തി, പത്തിരി, പൊറോട്ട ഇതിനൊക്കെ നന്നായിട്ട് ചേരും. പക്ഷേ ചോറിന് അത്ര രുചിയായിട്ട് തോന്നിയില്ല. ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ നന്നായിട്ട് ഈ കറി പോവും. അപ്പം നിങ്ങളിനി സോയാബീൻ മേടിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന അതേ രീതിക്ക് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റോടെ തന്നെ സോയാബീൻ കറി കിട്ടും. എത്ര ഇഷ്ടമില്ലാത്തവർക്കും ഈ കറി കഴിക്കുമ്പോൾ സോയാബീനോടൊരു ഇഷ്ടമൊക്കെ തോന്നും. അപ്പോൾ ഒരു വട്ടം നിങ്ങൾ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് സോയാബീൻ കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഞാനിവിടെ ബ്രാഹ്മൺസിൻ്റെ 200 ഗ്രാം സോയാബീൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോയാബീൻ എടുക്കാം കേട്ടോ. ഞാൻ 200 ഗ്രാം സോയാബീൻ വെക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിൻ്റെ അളവുമാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സോയാബീൻ 2 വട്ടം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു. നല്ല ഹാർഡായിരിക്കുമല്ലോ സോയാബീൻ. അപ്പോൾ അതിലേക്ക് കെറ്റിൽ നല്ല തിളച്ച വെള്ളമാക്കിയിട്ട് ആ വെള്ളവും കൂടെ ഞാൻ ഒഴിച്ച് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഈ ഹാർഡായ സോയാബീൻ നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ ആയി വരും. അതിനുശേഷം ആ വെള്ളം ഒഴിച്ച് കളഞ്ഞ് വീണ്ടും 2 വട്ടം കഴുകി സോയാബീൻ ഇങ്ങനെ എടുത്ത് പിഴിഞ്ഞെടുത്തു. അപ്പം പത പോലെ വരും. അപ്പോൾ അതെല്ലാം പിഴിഞ്ഞ് ഒരു സോയാബീനെ 2ആയിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തു വെച്ചു. ഇനി അതിനുള്ള മസാലയ്ക്ക് വേണ്ടി 4 സബോളയും 1 കുടം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 4 പച്ചമുളകും എടുത്തു. അതിന് ശേഷം ഉരുളി വെച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഉരുളി ചൂടായപ്പോൾ ഒഴിച്ചേക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത്. ഇതെല്ലാം ചോപ്പ് ചെയ്തെടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആ ചോപ്പ് ചെയ്തെടുത്തത് നന്നായിട്ട് വാടി വന്നപ്പോഴത്തേക്കും ഞാൻ ചോപ്പറിനകത്ത് ചോപ്പ് ചെയ്ത് വെച്ച സബോളയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. സബോള ഒരു ഹാഫ് ബോയിലായി വന്നപ്പോഴത്തേക്കും ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും സബോളയെ വഴറ്റി കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. നന്നായിട്ട് ഇളക്കി വഴറ്റി ഈ ഒരു പരുവത്തിലാക്കി എടുത്തു. സബോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ. അപ്പോൾ ഇങ്ങനെ വാടി വന്നു കഴിഞ്ഞപ്പോൾ മസാലയായിട്ട് ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ബീഫ് മസാലയാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് 1 ടീസ്പൂൺ. ബീഫ് മസാല കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നി. മസാലയെല്ലാം പച്ചമണം മാറോളം നന്നായി ഇളക്കിയെടുത്തു. അതിനുശേഷം ഒരു തക്കാളിക്കാപ്പഴം എടുത്ത് തക്കാളി ചെറുതായി അരിഞ്ഞ് അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തു. തക്കാളി വാടി വന്നപ്പോൾ വെള്ളത്തിൻ്റെ അംശം കുറവായതുകൊണ്ട് 1/4 കപ്പ് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു. വീണ്ടും നന്നായി ഇളക്കി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് സോയാബീനിലെല്ലാം ഈ മസാല പിടിക്കുന്ന പാകത്തിന് നന്നായി ഇളക്കി ഉപ്പും നോക്കി. ഈ ടൈമിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി വെച്ചിട്ട് ഞാൻ 1 തേങ്ങ എടുത്ത് ആ തേങ്ങയുടെ 2ആം പാലാണ് എടുത്തേക്കുന്നത്. ഈ 2ആം പാലിൽ കിടന്ന് വേണം സോയാബീൻ വേകാൻ. 2ആം പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ സോയാബീൻ വേവിച്ചെടുത്തു. അല്പസമയം മതി, ഒരുപാട് സമയമൊന്നും സോയാബീൻ വേകാൻ വേണ്ട. നല്ലപോലെ വെന്ത് തിള വന്നു കഴിഞ്ഞപ്പോൾ 1 തേങ്ങയുടെ 2ആം പാൽ ഒഴിച്ചത് നമ്മൾ ശേഷം 1ആം പാൽ ഒഴിക്കുകയാണ്. 1ആം പാൽ ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും തീ നിർത്തി. ഒരുപാട് ചൂടാക്കല്ലോ, 1ആം പാൽ ഒഴിച്ചിട്ട് പാൽ പിരിഞ്ഞു പോവും. അതുകൊണ്ട് ചെറുതായിട്ട് ചൂടായപ്പോൾ കറി റെഡിയായി നിർത്തി വെച്ചു. പിന്നെ വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്യ് എടുത്തേക്കുന്നത്, പശു നെയ്യ്. ആ നെയ്യിലേക്ക് വറവിന് വേണ്ടി ഞാൻ അല്പം ഗ്രാമ്പൂ, അല്പം പെരിഞ്ചീരകം, കടുക്, പിന്നെ 2-3 ഏലക്കാടെ തരി, ഇത്രയും സാധനങ്ങൾ എടുത്ത് അത് പൊട്ടിച്ച് കഴിഞ്ഞ് ഉള്ളിയും കറിവേപ്പിലയും പത്തൽമുളകും കൂടി ഇട്ട് നന്നായി വറവ് മൂപ്പിച്ചെടുക്കണം. ഞാൻ പറഞ്ഞ് അത്രയും സ്പൈസസ് ഇടണം കേട്ടോ, എന്നാലേ കറിക്ക് നല്ല രുചിയും സ്മെല്ലും ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പം താളിപ്പ് മൂത്ത് കഴിഞ്ഞപ്പം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെക്കാം. ഈ കറി കുറച്ച് ടൈം ഇരിക്കുമ്പോഴാണ് നന്നായി ടേസ്റ്റ് വരുന്ന പോലെ തോന്നി. അപ്പോൾ എടുക്കുമ്പോൾ നല്ലപോലെ ഇളക്കി കുറച്ച് ടൈം വെച്ചിട്ട് എടുക്കുമ്പോൾ നല്ല രുചിയോടെ കിട്ടും. നിങ്ങൾ ഒരു വട്ടം സോയാബീൻ മേടിക്കുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.